ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുമോ എന്നാണ്. ഇന്നത്തെ എനർജിയാണ് കേട്ടോ. പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നുള്ളൂ. അതിന് മുന്നേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ കമൻറ്റിലും ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അഥവാ ടാഗ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനും എൻ്റെ മുന്നത്തെ വീഡിയോസിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിലും ഞാൻ ടാഗ് ചെയ്യും, അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ, ഇന്നത്തെ ദിവസം നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നിരുന്നോളെ. ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ അവരെ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ അവരുടെ കറണ്ട് എനർജിയിൽ ഇന്നത്തെ ദിവസം എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ചിന്തിക്കുന്നുണ്ടോ? ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ. എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ചിന്തിക്കുന്നുണ്ടോ? 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 ഓം നമ ശിവായ ഓം നമ ശിവായ. ഇന്നത്തെ എനർജിയിൽ എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ചിന്തിക്കുന്നുണ്ടോ? 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 നിങ്ങൾ നിഴലിൽ കാണുന്നുണ്ടല്ലോ, എസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. എസിലാണ് വന്നിരിക്കുന്നത്. കാണുന്നില്ലേ? നിഴലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എസിലാണ് കേട്ടോ, നോയിലല്ല. നമുക്ക് വീഡിയോയിൽ നോ പോലെ തോന്നും, പക്ഷേ എസ് എന്നിലാണ് കിടക്കുന്നത് കേട്ടോ. എസ് എന്നിലാണ് കിടക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ചോദ്യമേ, നിങ്ങളുടെ വ്യക്തികൾ തിരികെ വരുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തികൾ തിരികെ വരുമോ എന്നുള്ളതാണ്. അപ്പം ഡിവൈൻ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ? 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 മഹാദേവ ഓം നമ ശിവായ. മഹാദേവ മഹാദേവ. എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ? 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 എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ? ഡിസംബർ മന്ത് സൺഡേ മൺഡേ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ 6-9. എൻ്റെ വ്യക്തിയുടെ പേഴ്സൺ തിരികെ വരുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ? എൻ്റെ വ്യക്തിയുടെ പേഴ്സൺ തിരികെ വരുമോ? എസ് പോസിബിൾ ആട്ടോ. എസ് എന്നാണ് കിടക്കുന്നത്. എസ്സിലാണ് വന്നിരിക്കുന്നത്. അതായത് എസ്സിലും പോസിബിളിലും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. എസ് പോസിബിൾ കേട്ടോ. അതായത് തിരികെ വരാൻ ചാൻസ് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ വല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരൊഴിഞ്ഞു പോകുമോ? അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എൻ്റെ വ്യക്തികളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി ഇടപെടലുണ്ടെങ്കിൽ അവരൊഴിഞ്ഞു പോകുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സണിൻ്റെ ഇടയിലും തേർഡ് പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരൊഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എൻ്റെ വ്യക്തികളുടെ ഇടയിൽ തേർഡ് പാർട്ടികളുണ്ടോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടികളുണ്ടോ? തേർഡ് പാർട്ടികളുണ്ടോ? എൻ്റെ വ്യക്തികളുടെ ബന്ധത്തിന് ഇടയിൽ തേർഡ് പാർട്ടികളുണ്ടോ? തേർഡ് പാർട്ടികളുണ്ടോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതും കൂടി അറിയണം. ആദ്യം ഉണ്ടോ.
പോസിബിളാണേ. തേർഡ് പാർട്ടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമെന്ന് ചോദിക്കാം. ഈ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സണിൻ്റെയും ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? എൻ്റെ വ്യക്തികളുടെയും പേഴ്സണിൻ്റെയും ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? എൻ്റെ വ്യക്തികളുടെയും പേഴ്സണിൻ്റെയും ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? മൺഡേ എസ് എന്നാണ് കേട്ടോ, ഒഴിഞ്ഞു പോകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പോസിബിളാണ്, ഒഴിഞ്ഞു പോകും എന്നാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എൻ്റെ വ്യക്തികൾക്ക് അവരുടെ പേഴ്സണുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? 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 നമുക്ക് നോക്കാം. ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? എൻ്റെ വ്യക്തികൾക്ക് അവരുടെ പേഴ്സണുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? ഓ ഗോഡ്, അത്ഭുതം തന്നെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പെൻഡുലം റീഡിങ്ങിൽ ഇന്ന് മൊത്തം പോസിറ്റീവാണ് കേട്ടോ. റീയൂണിയൻ പോസിബിളാണ്, അതുപോലെ തന്നെ കോൾ ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ കോളിൻ്റെ നോക്കിയായിരുന്നോ? പോസിബിളാണ്, എല്ലാം പോസിബിളാണ് കേട്ടോ. അപ്പം തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമെന്നാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇത് വിവാഹം കഴിക്കാനുള്ളവരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വിവാഹം കഴിക്കാനൊക്കെ ഉള്ളവരുടെ എനർജിയും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് വേണം എടുക്കാം. ഇതൊരു ടൈംലെസ്സും ജെൻഡർലെസ്സും ഒക്കെയാണ് കേട്ടോ. ഇതൊരു റെസിനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. റെസിനേറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് പേഴ്സണലായിട്ടൊരു റീഡിങ് വന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം കേട്ടോ. പേയ്മെൻ്റ് ഉണ്ടേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. വീണ്ടും മറക്കല്ലേ എന്ന് തന്നെയാണ് പറയുന്നത്. ശരി എന്നാൽ ഓക്കെ.